അപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലെ കണക്കെടുക്കുമ്പോൾ യു കെയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അംഗമായിട്ടൊരു പാർട്ടി എന്ന് പറഞ്ഞാൽ നജീൽ ഫറാജിയുടെ റീഫോം പാർട്ടിയാണ് കേട്ടോ. മുൻപുണ്ടായിരുന്ന ലേബർ പാർട്ടിയെയൊക്കെ പിന്തള്ളിയിട്ടുണ്ട്. അതേപോലെ തന്നെ 4-ാമതോ 5-ാമതോ സ്ഥാനത്തോട്ടാണ് മുൻപ് 2-ാം സ്ഥാനത്തുണ്ടായിരുന്ന 14 വർഷത്തോളം യു കെ തുടർച്ചയായിട്ട് ഭരിച്ച കൺസർവേറ്റീവ് പാർട്ടിയൊക്കെ ഇപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ലേബർ പാർട്ടിയുടെ പതനവും കൺസർവേറ്റീവ് പാർട്ടിയുടെ പതനവും ഒക്കെ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത് യു കെയിൽ റീഫോം പാർട്ടി അധികാരത്തിൽ എത്തും എന്ന് തന്നെയാണ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിൽ കൂടി ഈ പറഞ്ഞ ലോക്കൽ ഇലക്ഷനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഐഡിയയുമായാണ് അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ആശയങ്ങളുമായാണ് നജീൽ ഫറാജ് മുന്നോട്ട് പോകും. അപ്പോൾ ഇതിനിടെ ഇപ്പോൾ ഈ ലണ്ടനിലൊക്കെ അങ്ങിങ്ങനെ നടക്കുന്ന കത്തിക്കുത്തുകൾ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ യു കെയിൽ ലണ്ടനിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ശ്രദ്ധയോടെ ഇരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ഡിസംബർ ലാസ്റ്റ് 28-നോ മറ്റോ ഒരു ആക്രമണം ഉണ്ടായി. ജോലി സ്ഥലത്തോട്ട് പോവുകയായിരുന്ന 3 മലയാളി നഴ്സുമാരെയാണ് ഒരു അക്രമി, അതായത് ഒരു വനിതയെ തന്നെയാണ് അവർ കത്തി കൊണ്ട് കുത്തിയത്. യു ഇന്ത്യൻസ് എന്ന് പറഞ്ഞാണ് അവർ ആക്രമിച്ചത്. പിന്നീട് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് അതിലൊരു നഴ്സ് അവർ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വീട്ടിലോട്ടെന്നുള്ളത്. അപ്പോൾ പ്രകോപിപ്പിച്ചത് മേ ബി ഇവർ മലയാളം നമ്മുടെ ഭാഷ സംസാരിക്കുന്നുണ്ടപ്പോൾ അവർക്ക് പ്രകോപനം ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഇതേപോലെ പബ്ലിക് പ്ലേസിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ മലയാളത്തിൽ സംസാരിക്കുന്നത് കുറയ്ക്കുക. അതല്ല എങ്കിൽ ഇതേപോലെയുള്ള മറ്റു ആക്ടിവിറ്റീസ്, കാരണം പല ടൈപ്പുള്ള ആൾക്കാരായിരിക്കും നമ്മൾ ചുറ്റിയിരിക്കുന്നുണ്ടാവും, ചില ഭ്രാന്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരിൽ നിന്നും ഇങ്ങനെ അത്ര അക്രമങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധയോടെ തന്നെ ഇരിക്കേണ്ടതുണ്ട് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്.